കോട്ടയം KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുൻകൂർ അനുമതിയോടെ പഠനയാത്രയ്ക്കെത്തിയ വിദ്യാർത്ഥികളെ സ്റ്റുഡന്റ് കൗൺസിൽ അംഗങ്ങൾ തടഞ്ഞു എന്ന് പരാതി. NSS കരയോഗത്തിലെ കുട്ടികളെയാണ് തടഞ്ഞത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സണ്ണി ജോസഫ് കുട്ടികൾക്കായി നടത്താനിരുന്ന ക്ലാസും തടസ്സപ്പെട്ടു. അഖിൽ കെ നൽകും വിശദാംശങ്ങൾ. അഖിൽ, മുൻകൂർ അനുമതിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളെ തടഞ്ഞത്? കീർത്തന രജിത്, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സന്ദർശിക്കാനും അവിടെ പ്രത്യേക ക്ലാസ്സിന് അനുമതിയുണ്ട്. അത് മുൻകൂട്ടി അനുമതി നേടിക്കൊണ്ടാണ് എത്തേണ്ടത്. അത്തരത്തിൽ കൃത്യമായി മുൻകൂട്ടി അനുമതി നേടിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രാദേശിക NSS നേതൃത്വം അവിടെയുള്ള കുട്ടികളുമായി, അതായത് NSSന്റെ കീഴിൽ വരുന്ന ബാലസമാജത്തിലെ വിദ്യാർത്ഥികളുമായി എത്തിയത്. ആ സമയം അവർക്കൊപ്പം തന്നെ NSSന്റെ നേതൃത്വത്തിൽ വരുന്ന ചില ആളുകളും രക്ഷിതാക്കളായിട്ടുള്ള 3-4 മുതിർന്നവരും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കൗൺസിൽ, അതായത് ഈ കോളേജിലെ കൗൺസിൽ അംഗങ്ങൾ, അവിടെ യൂണിയനെ കൗൺസിൽ എന്നാണ് വിളിക്കുന്ന കൗൺസിൽ അംഗങ്ങൾ അവിടേക്ക് എത്തുകയും അവർ ഇത്തരത്തിൽ ഈ കുട്ടികളല്ലാത്ത ആളുകൾ ഇരിക്കുന്നു അല്ലെങ്കിൽ അവർ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ഈ കുട്ടികളുടെ ഈ ക്ലാസ്സിൽ കയറുന്നതിനെ തന്നെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിലുണ്ടായത്. ഈ കരയോഗത്തിന്റെ, അതായത് NSS കരയോഗത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സാമുദായിക സംഘടനയുടെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഇത്തരത്തിൽ ഈ SFയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു യൂണിയൻ അല്ലെങ്കിൽ ഈ കൗൺസിൽ അംഗങ്ങൾ, ഒരു വിഭാഗം കൗൺസിൽ അംഗങ്ങളാണ് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കിയത്. തുടർന്ന് ഈ ക്ലാസ്സും മറ്റ് അനുബന്ധ പ്രവർത്തികളും തടസ്സപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ നടപടിയിലേക്ക്, അതായത് ബാലാവകാശ കമ്മീഷനൊപ്പം തന്നെ മറ്റേതെല്ലാം രീതിയിൽ പരാതികളെ മുന്നോട്ട് പോകാൻ കഴിയുമോ ആ രീതിയിലെല്ലാം പരാതികളുമായി മുന്നോട്ട് പോകും എന്ന കാര്യമാണ് എന്തായാലും NSSന്റെ പ്രാദേശിക നേതൃത്വങ്ങൾ പറയുന്നത്. വിഷയത്തിൽ ഈ സംഭവം പ്രാകൃതവും കാടത്തവുമാണെന്ന ഒരു പ്രതികരണം ചാണ്ടിയുമൻ MLAയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ തുടർ നടപടിയിലേക്ക് അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എന്തായാലും NSSന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ തീരുമാനം അറിയിച്ചു.